സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജോസ് കെ മാണി UDFിലേക്ക് പോകുമോ എന്നുള്ള നിരവധി വീഡിയോകൾ ചെയ്തു. ജോസ് കെ മാണി എവിടെ മത്സരിക്കും എന്നുള്ള വീഡിയോകൾ ചെയ്തു. ഇങ്ങനെയൊക്കെ വീഡിയോകൾ ചെയ്തപ്പോൾ പലതും ഊഹാപോഹമാണോ, അത് ചുമ്മാ ചമയ്ക്കുന്നതാണോ, റീച്ച് കൂട്ടാൻ ചെയ്യുന്നതാണോ എന്നൊക്കെയുള്ള തർക്കങ്ങൾ പലരും പറഞ്ഞു. അതുകൊണ്ട് ഒരു സോഴ്സും കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ചെയ്യാം, അതല്ലേ കുറച്ചുകൂടി നല്ലത്. ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺകുമാറും റോഷി പാലും തമ്മിലുള്ള ഒരു ബൈറ്റ് റിപ്പോർട്ടർ ചാനൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇതാണ്. അപ്പോൾ സോഴ്സ് പറഞ്ഞു കഴിഞ്ഞേ അതിൽ പറയുന്നത് ഇതാണ്. ഒന്ന്, RJD UDFിലേക്ക് വരാൻ പോകുന്നു. ശ്രേയാംസ് കുമാറിൻ്റെ RJD UDFിലേക്ക് വരും. നമ്മുടെ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസും UDFിലേക്ക് വരും. അടിയന്തരമായി അസംബ്ലി വിളിച്ചു കൂട്ടണം എന്നുള്ള ഡിമാൻഡ് ഉയർത്തിയിട്ടുണ്ട് ജോസ് കെ മാണി. അങ്ങനെ അസംബ്ലിയൊക്കെ വിളിച്ചു കൂട്ടുന്ന കാര്യത്തിൽ കർഷകരുടെ ഇടയിൽ നിന്ന് ജോസ് കെ മാണിയുടെ ഗ്രൂപ്പിൽപ്പെട്ട കർഷകർ, പ്രത്യേകിച്ച് മലയോര ജില്ലകളായ ഇടുക്കി, കോട്ടയത്തിൻ്റെയും ഇടുക്കിയുടെയും വയനാടിൻ്റെയും പത്തനംതിട്ടയുടെയും ഒക്കെ മലയോര പ്രദേശങ്ങളിൽപ്പെട്ട കർഷകരുടെ ശക്തമായ സമ്മർദ്ദം ജോസ് കെ മാണിയുടെ പുറത്തുണ്ട്. എന്തിനു വേണ്ടി? നമുക്ക് UDFിലേക്ക് പോകണം, കാരണം LDFിൽ നിന്നിട്ടൊരു കാര്യവും കിട്ടുന്നില്ല, അതുകൊണ്ട് UDFിലേക്ക് പോകണം എന്ന് 4 MLAമാർ വഴി വളരെയധികം സ്വാധീനിച്ച്, റോഷി അഗസ്റ്റിൻ വഴിയൊക്കെ സ്വാധീനിച്ച് UDFിലേക്ക് പോകാൻ പാകപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇതിൻ്റെ ആധാരം, എൻ്റെ വീഡിയോയുടെ ആധാരം. അപ്പം ഞാനൊരു 2 ആഴ്ച മുമ്പേ നമ്മൾ ഈ ചാനൽ, സുഭാഷിതം ചാനൽ ഇത് ചെയ്തപ്പോൾ പലരും അത് പോകാമെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അത് മെയിൻ ചാനലുകൾ, സാറ്റലൈറ്റ് ചാനലുകൾ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ന്യൂസ് 18 ചെയ്തു കഴിഞ്ഞു, റിപ്പോർട്ടർ ചെയ്തു, 24 ചെയ്തു, മലയാള മനോരമ ചെയ്തു, ഏഷ്യാനെറ്റ് ചെയ്തു, എല്ലാ ചാനലുകളും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ വളരെ സന്തോഷം. കാരണം വേറെ ഒന്നുമല്ല, അവർ പോരെ, അതൊക്കെ രാഷ്ട്രീയം. നമ്മൾ വിടുന്ന വാർത്ത പിന്നെ ശരിയായി വരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം വരുന്നത്. അപ്പോൾ RJDയും ജോസ് കെ മാണിയുടെ മാണി കോൺഗ്രസും UDFിനോട് അടുക്കുകയാണ്, അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് വാർത്ത വരുന്നത്. അങ്ങനെയാണെങ്കിൽ 2026 തെരഞ്ഞെടുപ്പ് വലിയ മെജോറിറ്റിയിലായിരിക്കും UDF വിജയിക്കാൻ പോകുന്നത്. കാരണം ഈ 2 പാർട്ടിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മിക്കവാറും മുസ്ലിം ലീഗ്, ക്രിസ്ത്യാനികൾക്ക് മെജോറിറ്റിയുള്ള കേരള കോൺഗ്രസുകൾ 3 എണ്ണം, നമ്മുടെ അനൂപ് ജേക്കബിൻ്റെ കേരള കോൺഗ്രസ് ജേക്കബും കൂടെയാണ് 3 എണ്ണം. പിന്നെ ഈ പറഞ്ഞതുപോലെ മറ്റ് പാർട്ടികളും കോൺഗ്രസും ഒക്കെ കൂടി ആകുമ്പോൾ വലിയ തോതിലായിരിക്കും, പ്രത്യേകിച്ച് ആൻറ്റി ഇൻകംബൻസ് ഒക്കെ കിടക്കുന്നു. അപ്പോൾ അതൊക്കെ ഇനി നൂത്തെടുക്കാനുള്ള സമയമില്ല LDFിന്. അതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ UDFിന് വലിയ മാർജിനിൽ മന്ത്രിസഭ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു ആരവം കേൾക്കുന്നത് കൊണ്ടായിരിക്കാം ജോസ് കെ മാണി അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഇനിയിപ്പോൾ വേണ്ടത് എവിടെയാണ് മത്സരിക്കുക? പാലയിലാണോ, കടുത്തുരുത്തിയിലാണോ, ചങ്ങനാശ്ശേരിയിലാണോ, കാഞ്ഞിരപ്പള്ളിയും കിടപ്പുണ്ട് കേട്ടോ, കാഞ്ഞിരപ്പള്ളിയിലാണോ, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഇയാളുടെ ഉണ്ടല്ലോ, ഈരാറ്റുപേട്ട ഉണ്ടല്ലോ, നമ്മുടെ PC ജോർജിൻ്റെ ഈരാറ്റുപേട്ട, അതും കേരള കോൺഗ്രസിൻ്റെ ആളാണ്, അവിടെ MLA ആയിട്ട്. അപ്പോൾ ഈരാറ്റുപേട്ടയാണോ, എവിടെയാണ് സാധ്യത എന്ന് നോക്കിയിട്ട്, അവിടെയും മുസ്ലിങ്ങൾക്ക് പ്രയോറിറ്റി ഉള്ളൊരു ഏരിയ ആണെങ്കിലും ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരാൾ ജയിച്ചിട്ടുണ്ട്, ഇപ്പോൾ അദ്ദേഹമാണ് അവിടുത്തെ MLA. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മണ്ഡലത്തിൽ നിൽക്കുക, UDFിന് സ്വാധീനമുള്ള നല്ലൊരു മണ്ഡലത്തിൽ നിന്ന് ജോസ് കെ മാണിയും കൂടെ വന്ന് വളരെ കൃത്യമായി ഈ കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. RJDയും കേരള കോൺഗ്രസ് മാണിയും UDFിലെ ക്യാമ്പിലേക്ക് എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി കിട്ടുന്ന വലിയ വാർത്ത.